2020 നമ്മളൊക്കെ ഇതേപോലെ മാസ്കുകളൊക്കെ ഇട്ട് കോവിഡിന്റെ ഒരു സാഹചര്യത്തിൽ സിനിമകൾ ഇല്ലാതിരുന്ന സമയത്ത് നമ്മളുടെയൊക്കെ ജീവിതത്തിലോട്ട് വളരെ സന്തോഷ ഒരു ന്യൂസായിട്ട് വന്ന ഒരു സിനിമയും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഒക്കെയാണ് നാൻസി റാണി എന്ന് പറയുമ്പം എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. മനു എന്നാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയുടെ പേര്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അത് വളരെ ആക്ച്വലി വളരെ യങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചോളം മനു. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഈ സിനിമ ഇറങ്ങി കാണണം എന്നുള്ളത് മനുവിനോടൊപ്പം ഒരുപാട് ഫൺ മൊമെന്റ്സ് ആസ്വദിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ഇടവേളകളിലും അല്ലാത്തപ്പോഴും എനിക്ക് ഒരുപാട് ആഗ്രഹം ആയിരുന്നു. മനു ആഗ്രഹിച്ച പോലെ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുക എന്നുള്ളത്. അതിന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ സിനിമയ്ക്ക് ഇനി ഒരു വെളിച്ചം കിട്ടുമെന്ന് അല്ലെങ്കിൽ കാണുമെന്ന്. അവിടെയാണ് മനുവിൻ്റെ വൈഫ് നൈന, നൈനയുടെ ഫാദർ, ഇവർ രണ്ടുപേരും എന്നോടൊപ്പം തന്നെ മറ്റു പ്രൊഡ്യൂസേഴ്സായ പേരുകൾ എനിക്ക് പെട്ടെന്ന് മറന്നു, റോയ്, സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ വർഗീസ്, ഇവരോടൊപ്പം ചേർന്ന് ഇവർ ഈ വരുന്ന ഏപ്രിൽ 18 ഈ സിനിമ തിയേറ്ററുകളിൽ ഇറക്കാൻ തീരുമാനിച്ചു. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചേട്ടൻ്റെ ബാനർ ഞാൻ വീണ്ടും പറഞ്ഞു, ഗുഡ് ഡേ മൂവീസ് ആണ്. അത് ചെറിയ കാര്യമല്ല. ബിക്കോസ് ഇന്ന് നമുക്കറിയാം തിയേറ്ററിലോട്ട് ഒരു സിനിമ എത്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാവുന്ന ഒരു ഫിനാൻഷ്യൽ ചെലവുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം ടേക്ക് കെയർ ചെയ്തുകൊണ്ട് ഈ ഒരു മനുവിൻ്റെ ഡ്രീമിന് ഒപ്പം സഞ്ചരിക്കുന്ന എല്ലാ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുന്നു ചേട്ടനോട്. ബാക്കി എനിക്ക് തോന്നുന്നു മുന്നോട്ടുള്ള നമ്മളുടെ കോൺവെർസേഷനിൽ നമുക്കറിയാൻ പറ്റും, നിങ്ങളോടുള്ള ഇന്ററാക്ഷനിൽ. സോ താങ്ക് യു സോ മച്ച്. ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അഹാന കൃഷ്ണയാണ്. അതൊരു സിനിമാ മോഹിയായ നടിയാവാൻ വേണ്ടിയിട്ട് ഭയങ്കര മോഹമുള്ള ഒരു കഥാപാത്രത്തെയാണ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരത്തി ആ ലൈഫിൽ ഫേസ് ചെയ്യുന്ന കുറേ സ്ട്രഗിൾസും അതെല്ലാം കഴിഞ്ഞിട്ട് കണ്ട ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മുന്നോട്ട് പോകുന്ന ആ യാത്രയും എല്ലാമാണ് ആ സിനിമ മൊത്തത്തിൽ കാണിക്കുന്നത്. കേട്ടില്ല. ഈ മൈക്കിന്റെ ആണോ? ഹലോ ഹലോ, ചെക്ക് ചെക്ക് ചെക്ക്. ഈ ഒരു പ്ലോട്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. ഒരു സിനിമയ്ക്കകത്ത് നടക്കുന്ന സ്ട്രഗിള്, സിനിമ മോഹിച്ച് അതിനുവേണ്ടി പോകുന്ന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നീട് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആകുന്ന ഈ ഒരു പ്ലോട്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പ്ലോട്ടല്ല. എന്തുകൊണ്ടാണ് നാൻസി റാണി അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ സബ്ജക്ട് കേട്ടപ്പോൾ ഇത് കമ്മിറ്റ് ചെയ്യണമെന്ന് തോന്നിക്കുന്നത്? വ്യത്യസ്തമാവുന്ന എങ്ങനെയാണ് നമ്മൾ ചേട്ടന് കേട്ടോണ്ട് എനിക്ക് എന്നോട് പറയുന്ന നാൻസി റാണി, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സിനിമയെ സമീപിക്കുമ്പം അതിൽ പൂർണ്ണമായും അതിൻ്റെ തിരക്കഥയിൽ ഞാൻ മുഴുകി കേട്ട് ജഡ്ജ് ചെയ്യാനിരിക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്യാരക്ടർ, സിനിമയുടെ ആകത്തുകയിലെ കഥ, അതാണ് ഞാൻ ഭാഗമാവുന്ന സിനിമകളുടെ ഭൂരിപക്ഷം എന്നെ കൊണ്ടുള്ള അവരുടെ ആവശ്യം. നാൻസി റാണിയുടെ കഥ കേട്ടപ്പോൾ ഇപ്പൊ നൈന പറഞ്ഞ പോലെ ഒരു സിനിമ ഫാനായി, ഒരു മമ്മൂക്ക ഫാനായ ഒരു ക്യാരക്ടർ, ആ ടൈറ്റിൽ റോൾ നാൻസിയാണ് അഹാന പ്ലേ ചെയ്തേക്കുന്നത്. ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ നിർഭാഗ്യകമായ കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു ട്രാവലാണ്, ജേർണി ഓഫ് നാൻസിയാണ് ഈ കഥ പറയുന്നത്. ആ നാൻസിയുടെ ജീവിതത്തിലോട്ട് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു അത്രയേറെ ഒരു സ്റ്റെല്ലാർ കാസ്റ്റ് ഉണ്ട് ഇതിൽ. വന്നിരുന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ നമുക്ക് ഇരുത്താൻ കസേരകൾ തികയില്ല. അത്രയും 32-33 വെരി നമുക്കൊക്കെ എത്രയാ 36. അതായത് എനിക്ക് ഇടയ്ക്ക് ഷൂട്ട് മാറിയൊക്കെ ആയിരുന്നു. അപ്പോൾ കോവിഡ് ടൈം ആണല്ലോ, അപ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആയ സമയത്ത് ഷൂട്ട് ഓർമ്മയുണ്ടല്ലോ. ഒരു ദിവസം ശ്രീനി സാറിനെ കാണുന്നു, ചില ദിവസം ലാൽ സാറിനെ കാണുന്നു, അർജുനെ കാണുന്നു, സണ്ണിയെ കാണുന്നു, അത് എളുപ്പം ധ്രുവനെ കാണുന്നു. സോ നമുക്കപ്പം ഞാൻ ഇവൻ ഇവിടുന്ന് ഇവരൊക്കെ ഈ കൊണ്ടിരുന്ന കാര്യം ചെറിയ എളുപ്പമുള്ള കാര്യമല്ല. സോ അത് വലിയൊരു അച്ചീവ്മെന്റ്. ഒരു ബിഗിനിങ് ഡയറക്ടറെ സംബന്ധിച്ചോളം അയാൾ ആ സബ്ജക്റ്റിൽ എന്തോ ഒരു താല്പര്യം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ ഒരു മെറിറ്റ്. രണ്ടാം സമയത്ത് ജോലി തന്നവർ, ഞങ്ങൾക്ക് ജോലി തന്നു,
അത് എല്ലാം ഇമോഷണലിയും അല്ലെങ്കിൽ വർക്ക് പ്രൊഫഷണലിയും നമ്മളെ കണക്ട് ചെയ്ത കാര്യമാണ്. നാൻസിയുടെ ലൈഫിലെ ജേർണി, അതിലെ ക്യാരക്ടേഴ്സ് ആണ് ബേസിക്കലി സിനിമ. എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് സിനിമ കാണേണ്ടി. അതുപോലെ ചേട്ടാ ഇത് 2020 നടന്നൊരു ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഏകദേശം 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ സിനിമ ഇറങ്ങുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത്രയൊരു ടൈം പീരീഡിന് ശേഷം ഇറങ്ങുമ്പോൾ അതിനെന്തെങ്കിലും ഇപ്പം നമ്മളിപ്പോ നമ്മുടെ ചിന്തകൾ മാറും, കാഴ്ചപ്പാടുകൾ മാറും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സിനിമ തിയേറ്ററിൽ എത്ര നാൾ നിലനിൽക്കും എന്ന് വിശ്വാസമുണ്ടോ? അത് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള അദ്ദേഹം ചേട്ടൻ തന്നെ അതിനെ കുറിച്ച് ഉത്തരം പറയണം. ബിക്കോസ് അദ്ദേഹമാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. റീസെന്റ് ആയിട്ട് വന്ന മദഗജരാജ ഏകദേശം 18 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസ്. ഒരു വൻ വിജയമായിരുന്നു സിനിമ. പിന്നെ സിനിമയെ സംബന്ധിച്ചിട്ട് സിനിമകൾ എപ്പോഴും എന്താ പറയുക, കാലത്തെ അതിജീവിക്കുന്ന തന്നെയാണ് സിനിമകൾ. ഇപ്പം പഴയ സിനിമകൾ നമ്മൾ കാണാറുണ്ടല്ലോ. നല്ലൊരു സിനിമയാണ് കണ്ടപ്പോൾ അത് പുറത്തിറങ്ങേണ്ട ആവശ്യമാണ് എന്ന് തോന്നി. ഇത്ര ആർട്ടിസ്റ്റുകളുള്ള പിന്നെ ഒരു സിനിമ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതെങ്ങനെ പുറത്തിറക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ അതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചത്. അത് വിജയമാണോ പരാജയമാണോ എന്നുള്ള പ്രേക്ഷകർ തീരുമാനിക്കേണ്ടതാണ്. നമുക്ക് അതിനെ തുറന്നു വിടുക എന്നുള്ളതേ ഉള്ളൂ.